യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അരുന്ധതി, ഇങ്ങ് വാ. അരുന്ധതി ഭാമയോടൊപ്പം ഉള്ളതാ ഞങ്ങൾക്ക് സമാധാനം. അത് എന്നോട് പ്രത്യേകം പറയണോ ചേച്ചി, ഞാൻ ഉണ്ടാവും. നേര് പറഞ്ഞ നിങ്ങളെല്ലാരും വരുന്നത് വരെ ഭാമേച്ചി നല്ല വിഷമത്തിലായിരുന്നു. ചടങ്ങിന് ഇരിക്കില്ല എന്ന് വരെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വരാതിരിക്കും. സാധാരണ നാഥുമാരാ സമാധാനം കൊടുക്കാത്തതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ കാര്യത്തില് ഭാമ ഭാഗ്യവതിയ. ഭാമേ, ഒരു കാര്യം മാത്രം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. എന്തിനും എന്റെ മോൾക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. നീ സന്തോഷത്തോടെ ഇരിക്കണം, കേട്ടില്ല? ഇനി ഭാമേച്ചി കരയില്ല അല്ലേ ഭാമേച്ചി? ആ നന്ദുട്ടി, ഇങ്ങ് വന്നേ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ആന്റിക്കല്ലേ? ആന്റി ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളൊക്കെ ഇല്ലേ? മോളെ, നീ റെഡി ആയിട്ട് വാ, ഞങ്ങൾ താഴെ നിൽക്കാം. അമ്മേ വാ, വാങ്ങിച്ചെന്റെ ഫോൺ. ഭാമേ വരൂ, മേക്കപ്പ് ചെയ്യാം. കുടുംബം മൊത്തം ഭാമയോടൊപ്പം മുറിയിലേക്ക് പോയിട്ടുണ്ട്. അവസാനത്തെ കൂടിക്കാഴ്ചയല്ലേ, നടക്കട്ടെ. ഭാവനയ്ക്ക് ഒരു കാരണവശാലും സംശയം തോന്നാത്ത വിധം വേണം നമ്മൾ പെരുമാറാൻ. വിജയപത്മനും ജാനകിയും വന്നതിൽ അവർക്കെന്തോ സംശയമുണ്ടെന്ന് ജാനകി പറഞ്ഞു. അവക്ക് അല്ലെങ്കിലും എല്ലാവരെയും സംശയമായിട്ടാ. അവരെ ഒന്നും വിളിക്കാതെ നമ്മൾ വിജയപത്മനെയും ജാനകിയും വിളിച്ചതിൽ തന്നെ അവക്ക് സംശയം കാണും. സംശയിക്കട്ടെ, എല്ലാ സംശയവും ഇന്ന് ഞാൻ തീർത്തു കൊടുക്കാം. ബ്യൂട്ടീഷ്യൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നോക്കിക്കൊള്ളും. വിശ്വസിക്കാമല്ലോ അല്ലേ? ദൈവം ഒടുവിൽ ചതിക്കരുത്. വിശ്വസിക്കാം. അങ്ങനെ ഒരാളാണ് എനിക്ക് അവിടെ തന്നത്. അല്പം കാശ് കൂടുതലാ ചോദിച്ചത്. അഡ്വാൻസും കൊടുത്തു. ബാക്കി കാശ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുക്കണം. കാശൊന്നും നോക്കണ്ടേട്ടാ. കാശ് എത്രയായാലും കാര്യം നടക്കണം. ഭാമയ്ക്കെതിരെയുള്ള നമ്മുടെ അവസാനത്തെ ആയുധമായിരിക്കണം ഈ ഫംഗ്ഷൻ. അല്ലേട്ടാ, എങ്ങനെയാ ഏട്ടന്റെ പ്ലാൻ? പറയാം. ഭാമയ്ക്ക് ചടങ്ങിന് കൊടുക്കാനുള്ള സാരി അവരാണല്ലോ കൊണ്ടുവരുന്നത്. അതെ, അവരത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ സാരി ഉടുക്കാൻ പറ്റില്ലെന്നും നമ്മൾ കൊടുക്കുന്ന സാരിയെ ഉടുക്കാവൂ എന്നും അമ്പ പറയണം. അതെങ്ങനെയാ? ചടങ്ങിന് അവരുടെ സാരി വേണ്ടേ ഉടുക്കാൻ? ആ സാരിയിൽ വേണ്ടേ ബ്യൂട്ടീഷ്യൻ സ്പ്രേ ചെയ്യാൻ? എടി മണ്ടി, ഞാൻ പറയാൻ നീ ഒന്ന് കേൾക്ക്. അങ്ങനെ നീ പറയുമ്പോ അവർ തർക്കിക്കും. അവർ കൊണ്ടുവന്ന സാരിയെ ഉടുക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മളിൽ ഒരാൾ അതാണ് ചടങ്ങെന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ആ സാരിയിൽ കെമിക്കൽ സ്പ്രേ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായി. ഓ, ഏട്ടന് ഭയങ്കര ബുദ്ധിയാണല്ലോ. അങ്ങനെയാവുമ്പോ നമ്മൾ ഒരിക്കലും സംശയിക്കില്ല. കൊള്ളാം. ഇനി നമുക്ക് വേണ്ടത് ഭാമയുടെ സാരിയിൽ തീ പിടിക്കാനുള്ള സാഹചര്യമാണ്. അത് നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ? നമുക്ക് നോക്കാം. ഇത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തില്ലേ, ഇനിയും ഐഡിയ കിട്ടും. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഏട്ടൻ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞാ മതി. ശരി ശരി, എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കില്ല. അവളുടെ കുടുംബക്കാരെല്ലാം വന്നല്ലോ. വന്നു സുഭദ്രേ. ഭാമയുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്.
ഇപ്പൊ തന്നെ നീ മോളും കൂടി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണം. എന്നിട്ട് ഭാമയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളും പലഹാരം വെക്കാനുള്ള ഇടം കൊടുക്കരുത്. അത് ഞാൻ ഏറ്റിയേട്ടാ. ഇന്ന് ആ ഭാവനയുടെ ഒരു സ്വാതന്ത്ര്യവും ഇവിടെ നടക്കില്ല. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. എങ്ങനെയൊക്കെ ഭാമയുടെ കുടുംബക്കാരെ അവഹേളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തോണം. ആരാ ഇവിടെ ചോദിക്കാൻ വരണമെന്ന് അറിയണമല്ലോ. തുടക്കത്തിലേ ഒന്ന് ഉരച്ചു വെച്ചാലേ സമയത്തിന് നമുക്ക് ചില നീക്കങ്ങൾ നടത്താൻ പറ്റും. എന്തായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറിയിട്ട് വേറെ കാര്യമുള്ളൂ. ഇതുപോലൊരവസരം കിട്ടിയിട്ട് വേണം ആ ഭാവനയ്ക്കും ഗായത്രിക്കും 2 കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. ഇപ്പൊ ദൈവമായിട്ടാ ഇങ്ങനൊരവസരം എനിക്ക് തന്നത്. ഞാൻ ആരാണെന്ന് ഇന്ന് ഭാവനയും ഗായത്രി അറിയും. ഇവർക്കൊക്കെ നാണമില്ലതായി പോയല്ലോ. ക്ഷണിക്കാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഇത്തവണ അങ്ങനെ മിടുക്കരായി പോവാൻ ഭാവനയും ഗായത്രി അനുവദിച്ചുകൂടാ. എല്ലാവരുടെ മുമ്പില് നാണം കെട്ട് ഇറങ്ങിപ്പോണം. അത് ശരിയാ. ഇന്നത്തോടുകൂടി അവർ ഇവിടുന്ന് അപമാനിച്ചിറക്കി വിടണം. വയറ് കാണാൻ വന്നിട്ട് കൊണ്ടുവന്നത് കണ്ടില്ലേ? 3-4 പെട്ടി ആർക്കും വേണ്ടാത്ത പലഹാരങ്ങൾ മാത്രം. നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ കൊടുക്കാൻ പോലും തികയത്തില്ല. പോക്കില്ലാത്ത വീട്ടിൽ നിന്നൊക്കെ പെണ്ണെടുത്താ ഇങ്ങനെ ഇരിക്കും. വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതിന് പിന്നില് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. ആ അരുന്ധതിയെ മയക്കി ഭരതനെ കൊണ്ട് കെട്ടിക്കണം. കുടുംബത്തോടെ ഇങ്ങനായി പോയല്ലോ. എന്തായാലും ഇങ്ങ് വരട്ടെ. 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ കാര്യം. അതെ, ഭാവനയും വീട്ടുകാരും കൊണ്ടുവരുന്ന പലഹാരങ്ങളൊന്നും ഇവിടെ വെക്കാൻ സമ്മതിക്കരുത്. ശരിയമ്മേ, അക്കാര്യം ഞാൻ ഏറ്റു. ഇന്ന് എല്ലാവരുടെ മുന്നിൽ ആ ഭാവനയെ നാണം കെടുത്തു. എന്താ ശ്രീപ്രിയെ കാണിക്കുന്നേ? അത് ഞങ്ങൾ കൊണ്ടുവന്ന പലഹാരങ്ങളാ. എന്താ കാണിക്കുന്നത് സുഭദ്രേ? ഒന്ന് പറ. എന്താ അമ്മ? ആന്റി ഒന്ന് പറയേ. ശ്രീപ്രിയ, എന്താ ഇത്? അമ്മേ, അതും കൂടി എടുത്ത് മാറ്റേ. അയ്യോ, അങ്ങനെ ചെയ്യാതിരിക്കൂ സുഭദ്രേ. എന്താ ഇത്? ഞങ്ങൾ കൊണ്ടുവന്ന പലഹാരങ്ങൾ വേണ്ടേ ഭാമയ്ക്ക് കൊടുക്കാൻ? നിങ്ങൾ എന്തിനാ ഇതെല്ലാം മാറ്റി വെക്കുന്നേ? അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരമാണ് ഗർഭിണിക്ക് ആദ്യം കൊടുക്കേണ്ടത്. ഭാമയ്ക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ അമ്പാലിക ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതാ ഭാമയ്ക്ക് കൊടുക്കേണ്ടത്. അതെങ്ങനെ ശരിയാവും ആന്റി? ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നത് ഭാമയ്ക്ക് കൊടുക്കാനാ. ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ വച്ചിട്ടുണ്ടല്ലോ. മോളെ, ആചാരപ്രകാരം ഞങ്ങൾ കൊണ്ടുവന്ന പലഹാരം വേണം വയറ്റുപൊങ്കാലയ്ക്ക് കൊടുക്കാൻ. നിങ്ങൾ കൊണ്ടുവന്ന നക്കാപ്പിച്ച പലഹാരമല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഈ വൃത്തികെട്ടതൊക്കെ കൊടുത്താ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അതിന്റെ കേട്. സുഭദ്രേ, ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം വീട്ടിൽ വെച്ചുണ്ടാക്കിയതാ ഇതെല്ലാം. ഇതെങ്ങനെ വൃത്തികെട്ടതാവൂ? ഓരോരുത്തരും ഓരോരുടെ യോഗ്യതയ്ക്കനുസരിച്ചല്ലേ ഗായത്രിയെ കൊടുക്കാൻ പറ്റൂ. അമ്പാലികയുടെ മരുമകൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ചുണ്ടാക്കിയതൊന്നും ആവശ്യമില്ല. ആന്റി, ഞങ്ങൾ കൊണ്ടുവന്ന പലഹാരം തന്നെ ഭാമയ്ക്ക് കൊടുക്കണം. ഭാവനെ, അതെടുക്ക. അമ്മേ, എടുക്ക. കാണിക്കുന്നത് ഇതെന്തായാലും ഇവിടെ പറ്റില്ല. അതെന്താ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെ തീരുമാനിക്കും. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ എന്താ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയാണോ? ആണെങ്കിൽ നീ എന്ത് ചെയ്യും? ആ ധ്രുവനെ കൊന്ന പോലെ എന്നെയും കൊല്ലുവോ?